ശരി, ഇപ്പൊ ഇതില് കാസ്റ്റിംഗ് പറഞ്ഞ പോലെ ഡിഫറെന്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നില്ലേ? അപ്പം ഇതിന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് നന്നായിരിക്കും എന്നുള്ള ഒരു ആലോചനയൊക്കെ പൈസ കൊടുക്കാനില്ല. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നല്ലേ? പുറത്തുനിന്ന് ആൾക്കാർ എടുക്കാറുന്നില്ലേ? പുറത്തുനിന്ന് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ പിന്നണി പ്രവർത്തകർ അനിലേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അതായത് തരംഗം സിനിമയുടെ ഒക്കെ റൈറ്റർ, സ്റ്റൈൽ അതിന്റെ ഒക്കെ റൈറ്റർ അനിൽ നാരായണൻ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി അഭിനയിച്ചായിരുന്നു. പുള്ളി പൈസ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളുകൾ, ചെറിയ ചെറിയ ഇതൊക്കെ ചെയ്ത ആളുകൾ വന്ന് അഭിനയിച്ചിരുന്നു. പൈസ ഒന്നും വാങ്ങിച്ചത്. നമുക്ക് അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. മൊത്തം ഫണ്ട് മേക്കിങ്ങിലേക്ക് ഇടണമെന്നായിരുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചാൽ വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എളുപ്പമായി. ഇപ്പൊ ആ പറഞ്ഞ കാര്യം ഭയങ്കര എളുപ്പമായി. പല ആൾക്കാര് സിനിമ പ്രേമിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ നാളത്തെ കഷ്ടപ്പാടായിരുന്നു, അത് പെട്ടെന്ന് ഉണ്ടായതാണോ ഈ ഒരു മൂവിയിലേക്ക് എത്തപ്പെടാൻ? സോറി എന്ന് പറയുന്ന മൂവിയിലേക്ക്. സോറി എന്ന മൂവിയുടെ കഥ ഉണ്ടായത് കുറച്ച് പെട്ടെന്ന് തന്നെയാണ്. പക്ഷെ സോറിയിലേക്ക് ഞങ്ങൾ എത്തിയ ഒരു ജേർണി ഒട്ടും പെട്ടെന്നല്ലായിരുന്നു. ആ ജേർണി നിങ്ങൾക്ക് അറിയണം, പറ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് 2013 10th പഠിക്കുമ്പോഴാണ്. സോ അത് കഴിഞ്ഞ് ഇറക്കിയതും ഇറക്കാത്തതുമായിട്ടുള്ള പല പല ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഷോർട്ട് ഫിലിം ജേർണി ഒരു വലിയ അത്യാവശ്യം വലിയൊരു ഷോർട്ട് ഫിലിം ജേർണി ഉണ്ട് ഞങ്ങൾക്ക്. ഇത് ആക്ച്വലി ഞങ്ങള് ഒരു പടത്തിനൊരു വെയിറ്റ് വന്നപ്പോഴത്തേക്ക്, ഇനി ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരു ഫിലിമിന് കൊറോണ ഒക്കെ കാരണം ഒരു വെയിറ്റിംഗ് പീരീഡ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു വർക്കാണ്. ആദ്യം ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് തന്നെയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. കാരണം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല. വെറുതെ ഇരുന്നാൽ നമ്മൾ ഡെസ്പറേറ്റ് ആയി പോകും. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു വർക്ക് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഇത്ര നാളും ചെയ്യണ പോലെ ഒരു 10 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമിന് പകരം ഒരു 1.5 മണിക്കൂറുള്ള സിനിമ ചെയ്താൽ എന്താണ് എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് സോറി വന്നത്. അല്ല, ഇത് ഷോർട്ട് ഫിലിം ആയിരുന്നെങ്കിൽ എങ്ങനെ കണ്ടാനായിരുന്നു? നിങ്ങളത് ഷോർട്ട് ഫിലിം മാത്രമായിട്ട് ഒതുങ്ങി പോകത്തില്ലായിരുന്നോ? അപ്പൊ ഇതൊരു മൂവിയിലേക്ക് വരെയല്ലേ? അതെ, അത് ഈ ഒതുങ്ങിപ്പോണ ചിന്തയൊന്നും കൊണ്ടല്ല ശരിക്കും ഫിലിം ചെയ്തത്. ഇതുവരെ ഫിലിം ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് പുറത്ത് അല്ല, ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും എന്താ ഒരു അവാർഡ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടിന്റെ തന്നെയാണ്. ആ ഒരു ജേർണി, അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതെങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് സോറി നമ്മള് ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് പിച്ച് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ അക്ലമേഷൻസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം അവാർഡ്സ് ഞങ്ങൾ അയച്ചു. അവാർഡ്സിന് ഇപ്പൊ അവാർഡ്സിന്റെ റിസൾട്ട്സ് ഫുള്ളി അനൗൺസും ചെയ്തിട്ടില്ല എല്ലാത്തിന്റെ ഒന്നും. ഇപ്പൊ വന്നതിലൊക്കെ ഞങ്ങൾക്ക് ഒഫീഷ്യൽ സെലക്ഷനും അവാർഡ്സും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന കാരണത്തിനാണ് അവാർഡിന് അയച്ചതെന്ന് പറയാൻ പറ്റൂല. പക്ഷെ സോറി കുറച്ച് നേരം ഷൂട്ട് ചെയ്യേണ്ട ഐഡിയൽ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അവാർഡ്സിന് വിട്ടതാണ്. അവാർഡ്സിന് വിട്ടപ്പോൾ അവിടെ സെലക്ഷൻ കിട്ടി. അവാർഡ്സിന് സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബൂസ്റ്റർ ആണ് ഞങ്ങൾക്ക്. ശരിക്കും അതൊരു പ്രോത്സാഹനം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. ചോദിക്കാനുള്ളത്, കുറെ മൂവീസ് ചെയ്തിട്ട് പെട്ടെന്നൊരു മൂവിയിൽ നടനായി. അപ്പൊ അത് രണ്ടും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ചെറിയ നടൻ വലിയൊരു നായകനാവുന്ന രീതി. അപ്പൊ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വേഷങ്ങളും വലുതാണ്. അപ്പൊ അതും ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയാണ്? അല്ല, ഞാൻ ഈ പറഞ്ഞോളം എനിക്ക് പണ്ട് ഈ തിയേറ്റർ ചെയ്യുന്ന സമയത്ത്, നാടകം ചെയ്യുന്ന സമയത്ത്, ഒരു നാടകത്തില് കമ്പ്യൂട്ടർ ജാതകം എന്ന് പറഞ്ഞ ഒരു നാടകത്തില് ഞാൻ 10th പഠിക്കുകയാണ്. അപ്പൊ അന്ന് എന്നെ നാടകം പഠിപ്പിച്ച ആശാൻ എനിക്കൊരു പ്രധാന വേഷം തരാന്ന് പറഞ്ഞ് എന്നെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വേഷം വളരെ കുഞ്ഞായിപ്പോയി, വളരെ ചെറിയൊരു വേഷമായിപ്പോയി. അപ്പൊ ഞാൻ ആശാന്റെ അടുത്ത് പറഞ്ഞു, വളരെ ചെറിയ വേഷമാണ്, വലിയ വേഷം എന്ന് പറഞ്ഞിട്ടല്ലേ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ, തെറ്റാണെന്ന് തന്നെയാണ് ഇന്ന് വിശ്വസിക്കുന്നത്. അന്ന് നമുക്കത് ചിന്തിക്കാം. കാരണം വലിയ വേഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കൊതിച്ചതാണല്ലോ. അപ്പൊ അന്ന് ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുതാണേലും വലുതാണേലും ഒരേ ഇൻപുട്ട് തന്നെയാണ് ഇടുന്നത്, എഫേർട്ട് ഒന്ന് തന്നെയാണ്, എന്തായാലും അഭിനയിക്കണം. അപ്പൊ അന്ന് ആശാൻ പറഞ്ഞ കാര്യമാണ് എന്റെ ലൈഫ് ലോങ് ഞാനൊരു ഇക്വേഷൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. അന്ന് ഞാൻ ചിലപ്പോ RDXലൊക്കെ ഞാൻ ഒരു സീനിലേ ഉള്ളൂ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഔട്ട് കാണിക്കുന്ന സീനില്ല. പക്ഷെ അതും ഞാൻ ഭയങ്കരമായിട്ട് അതുപോലും കിട്ടാത്ത ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അപ്പൊ നമ്മള് ചെറുതേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരുന്നിട്ടില്ല. നാടകങ്ങളിലാണ് കുറ്റം പറഞ്ഞത്, സിനിമയിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ വിനേട്ടന്റെ അടുത്ത് വീഡിയോഗ്രാഫറായിട്ട് നിൽക്കുന്ന ചുമ്മാ തട്ടൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അതും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാണ്. അപ്പൊ ഏത് വേഷം കിട്ടിയാലും ആ കിട്ടുന്ന വേഷം വളരെ ഭംഗിയാക്കി മേക്കർ റേയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം. അയാൾ അത് മാത്രമേ പ്രതീക്ഷിക്കാമുള്ളൂ, അല്ലെ? അതായിരിക്കണം അയാളുടെ ദൗത്യം, അല്ലെ? അപ്പൊ ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.
ഇപ്പൊ സോറി ആണെങ്കിലും വേറെ ഏത് സിനിമകളിലാണെങ്കിലും ചെറിയ വേഷങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ സോറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഉടനീളം ഒരു സിനിമയിൽ വേഷം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ്. പക്ഷെ സംഭവം ഈ ഒരു സീൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത സീൻ പോസ്റ്റ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണമെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പൊ ചില പോയിന്റ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് പോയിട്ടുണ്ട്. 6 മണിക്ക് തുടങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ 6 മണി വരെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോ ഒരു ചെറിയ കഥാപാത്രമായിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതപ്പൊ തന്നെ നമ്മൾ മാറ്റും. അപ്പൊ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയാ നമ്മളെടുത്ത് തലയെ വെച്ചൊന്നും നടന്നിട്ടില്ല. ഫാമിലിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. സോ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യമായിട്ടുള്ള സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇതാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഡിസിഷൻ എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ നല്ല സപ്പോർട്ട്. അതെ.